Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും പറയുന്നത് നിങ്ങൾ ഒളിഞ്ഞു കേൾക്കാറുണ്ടോ? നിങ്ങളറിയാതെ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ഒളിഞ്ഞു കേൾക്കണം എന്നൊരു തോന്നൽ വന്നിട്ടുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ എയർപോഡ് എല്ലാവരും യൂസ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. സോ ഈ എയർപോഡ് വെച്ചിട്ട് അധികം ആർക്കും അങ്ങനെ അറിയാത്ത ഒരു ഫീച്ചറാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എയർപോഡ് വെച്ചിട്ട് നിങ്ങളുടെ ഫോൺ എവിടെയെങ്കിലും വെച്ചാൽ ആ ഏരിയയിൽ ആളുകൾ സംസാരിക്കുന്നതൊക്കെ മറ്റൊരിടത്ത് വെച്ച് നിങ്ങൾക്കത് കേൾക്കാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്. ശരിക്കും ഇതിനെ ലിസണിങ് ഫീച്ചർ എന്നാണ് അതിൽ പറയുക. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഇതറിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ഇംഗ്ലീഷ് വീഡിയോസൊക്കെ യൂട്യൂബിൽ ഒരുപാടുണ്ട്. മലയാളം വീഡിയോസ് ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ കാണുന്നില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്താൻ നോക്കുന്നത്. സോ നിങ്ങളുടെ കയ്യിൽ ഒരു ഐഫോണും ഒരു എയർപോഡും ഉണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒളിഞ്ഞ് കേൾക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. സോ നമുക്ക് അത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമായി നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ എയർപോഡ് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഐഫോണിൻ്റെ സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ പോയിട്ട് കൺട്രോൾ സെൻറ്ററിൽ പോവാം. അവിടെ കസ്റ്റമൈസ് കൺട്രോൾസ് എടുക്കാം. കസ്റ്റമൈസ് കൺട്രോൾസിൽ നമ്മുടെ ഈ താഴെ നമ്മൾ വലിക്കുമ്പോൾ കാണുന്ന ആ ക്യാമറ, സ്ക്രീൻ റെക്കോർഡിങ് ഇതുപോലുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ അതിൽ എനേബിൾ ചെയ്യേണ്ടത് അവിടെയാണ്. സോ അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഹിയറിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അപ്പോൾ ഹിയറിംഗ് നമ്മൾ അവിടെ എനേബിൾ ചെയ്ത് കൊടുക്കാം. ഇനി ഹിയറിംഗ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹോം പേജിൽ പോയി കഴിയുമ്പോൾ പിന്നെ നമ്മളിങ്ങനെ നോർമലായിട്ട് വലിക്കൂലേ, അത് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഹിയറിങ്ങിൻ്റെ ഒരു ചിഹ്നം കാണും. അപ്പോൾ ആദ്യം നമ്മൾ എയർപോഡ് കണക്ട് ചെയ്യുക. എയർപോഡ് കണക്ട് ചെയ്തതിന് ശേഷം ഈ ഹിയറിങ്ങിൻ്റെ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഓഫ് എന്നായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് അത് ഓൺ അടിക്കാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ എന്ന് പറയുന്നത്, ഈ ഐഫോൺ എന്ന് പറയുന്നത് ഒരു റെക്കോർഡിംഗ് ഡിവൈസായിട്ട് മാറും. ഈ നമ്മുടെ എയർപോഡ് എന്ന് പറയുന്നത് ഹിയറിംഗ് ഡിവൈസായിട്ട് മാറും. സോ ഈ ഐഫോൺ എവിടെയുണ്ട് അവിടെയുള്ള ശബ്ദങ്ങളെല്ലാം നമ്മുടെ എയർപോഡിൻ്റെ ആ റേഞ്ചിനുള്ളിലുള്ള ഏരിയയിൽ നമുക്ക് കേൾക്കാൻ പറ്റും. സോ ഈ ഫോണ് ഞാൻ ഇവിടെ വെച്ചിട്ട് ഇനി ഇൻ കേസ് നമ്മൾ വാഷ്റൂമിലോ പുറത്ത് ജസ്റ്റ് അടുത്തെവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് ഇവിടെയുള്ള സംസാരങ്ങളും കാര്യങ്ങളും എല്ലാം കേൾക്കാൻ പറ്റും. സോ ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ നമുക്കിതൊരു ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ ഇത് ഓൺ ചെയ്തിട്ട് നമ്മളെ തൻസീറിനോടൊരു പാട്ട് വെക്കാൻ പറയാം, എന്തെങ്കിലും വെക്കാൻ പറയാം. എന്നിട്ട് നമുക്ക് മറ്റൊരു സൈഡിൽ പോയിട്ട് അത് കേൾക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് സാധനം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തൻസീർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ എയർപോഡ് ഐഫോണിലേക്ക് കണക്ട് ചെയ്തിട്ട് ഓൻ അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഓൻ്റെ ഫോണിൽ ഒരു ഫിലിമിൻ്റെ ഡയലോഗ് പ്ലേ ചെയ്യുന്നതാണ് പറഞ്ഞത്. സോ അവൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഫോണിൽ നമുക്ക് അവിടുത്തെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. തൻസീറാ ബ്ലാക്ക്. അപ്പോൾ ഞാൻ മൈക്കിൻ്റെ അടുത്തായിട്ട് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല, കേൾക്കുമോന്ന് അറിയില്ല. നമുക്ക് ഇത് എന്തായാലും നോക്കാം. ഓക്കെ, കേൾക്കുന്നുണ്ട്, പ്ലേ ചെയ്യുന്നുണ്ട്, ഏകദേശം കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ ആ ഒരു ഏരിയയിലുള്ള ഇപ്പോൾ ഫോൺ അവനെ അടുത്ത് വെച്ചിട്ടില്ലല്ലോ, എന്നാലും കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനു വേണ്ടി മാത്രമല്ല, ഒളിഞ്ഞു കേൾക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമല്ല, നമുക്ക് പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ എനിക്കൊരു ആവശ്യത്തിന് യൂസ് ഉണ്ടായത് ഞാൻ പറയാം. നമ്മൾ പണ്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൽ നമ്മൾ ലോങ് ഫോക്കസിൻ്റെ ഒരു ക്യാമറ വെച്ചിട്ടൊരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ മറ്റേ ചങ്ങായി കുറേ ലോങ് ആകുന്നുണ്ടായത്. അപ്പോൾ നമ്മൾ ഈ ഒരു എയർപോഡും ഈ ഒരു ലിസണിങ് വെച്ചിട്ട് നമ്മൾ അങ്ങനെ കണക്ട് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒളിഞ്ഞു കേൾക്കൽ എന്നുള്ളത് മാത്രമല്ല കേട്ടോ, നിങ്ങളിങ്ങനെ ഒളിഞ്ഞു കേൾക്കൽ എന്ന് പറഞ്ഞ് പല പൊല്ലാപ്പുകളിലും വീണിട്ട് നിങ്ങൾ പെട്ടുപോയാൽ ഞാൻ ഉത്തരവാദിയല്ല, എന്നെ പറയരുത്. സോ ഇങ്ങനെ നമുക്ക് ഒരുപാട് യൂസ് ഉള്ള പല കാര്യങ്ങളും ഇനി കണ്ടാൽ ഇനിയും നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. ഇനിയും നല്ല വീഡിയോസുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.